വെക്കാൻ പറ്റുമോ? നല്ല ചക്കയായിരുന്നു. നിന്നെ ഞാനിന്ന് കൊല്ലുവാ കുരുത്തം കെട്ടവന്. ഞാൻ വെച്ചതല്ല കൊള്ളാതല്ല, ചക്ക കൊള്ളാതുള്ളത് പായസങ്ങൾ. പിന്നെ ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്രഥമനാണ്. അപ്പോൾ ഈ ചക്കപ്രഥമനായിട്ട് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത ചക്കയാണ്. എടുത്തിട്ടുള്ളത് വരിക്ക ചക്കയാണ് കേട്ടോ. അപ്പം കഴിച്ചത് ഭയങ്കര മധുരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു ചക്കപ്രഥമൻ വെക്കാമെന്ന് കരുതിയത്. അപ്പോൾ ആദ്യം തന്നെ മിക്സിയിലെ ജാറിലോട്ടിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കും. അപ്പം അരച്ചെടുക്കാതെ കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കിയിട്ടും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ചക്കപ്രഥമൻ ഉണ്ടാക്കാം. അത് ഓരോരുത്തർ ഇഷ്ടം പോലെയാണ് കേട്ടോ. എങ്ങനെ വേണോ നമുക്ക് ഈ ഒരു പ്രഥമൻ തയ്യാറാക്കാം. അരച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഇച്ചിരി കടിച്ച് കഴിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസാക്കി ഇടാം. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക. ഇച്ചിരി അത്യാവശ്യത്തിന് ചക്കയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള നെയ്യ് കൂടുന്തോറും രുചി കൂടിക്കൊണ്ടേയിരിക്കും. അതിലോട്ട് നമുക്ക് ഈ അരച്ച പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ചക്കേനെ ഇട്ട് കൊടുക്കുക. ഇനി നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്ന് പറയുമ്പോൾ അതിലൊരു ചക്കമണം ഒരു ഇതുണ്ട്. നെയ്യ് അതിലോട്ടൊന്ന് പിടിച്ച് ഒരു മണം വരും. രണ്ടും കൂടെ മിക്സായിട്ട് നല്ലൊരു മണം വരുന്നത് വരെ എന്ത് ചെയ്യുക, നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പുറത്ത് തന്നെ ഈ ശർക്കര പാനിയൊക്കെയാണുള്ള ഇത് ചെയ്യുകയാണ് കേട്ടോ. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ചക്കയാണെങ്കിൽ അതിന് അരയ്ക്കുന്ന സമയത്ത് തന്നെ ആദ്യം തന്നെ ഈ ശർക്കര പാനിക്കുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നല്ലൊന്ന് മൂത്ത് നല്ല നെയ്യും ഈ ചക്കയൊക്കെ ആയിട്ട് നല്ലതായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ ഇച്ചിരി നേരം ഒരു 5 മിനിറ്റൊക്കെ എന്ത് ചെയ്യുക, ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് അല്ലെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതായിട്ട് മിക്സാക്കിയതിന് ശേഷം ഈ ശർക്കര പാനി അതിലോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പം മധുരത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, നമുക്ക് ശർക്കര പാനി എടുക്കും. ഓരോരുത്തരും മധുരത്തിന് അനുസരിച്ച് വേണം കേട്ടോ എടുക്കാനായിട്ട്. അതിനുശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നല്ലതായിട്ട് തിളയ്ക്കാൻ തുടങ്ങും. അപ്പം തിളച്ച് ഒന്ന് കുറുകി വരുന്നത് വരെ എന്ത് ചെയ്യുക, നല്ലതുപോലെ ഇതൊന്ന് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നല്ല കുറുകി വരുന്ന സമയമാകുമ്പോൾ ഇതിലോട്ട് ഞാൻ ആദ്യം ഒഴിച്ചത് 2ാമത്തെ തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ 1ാം തേങ്ങാപ്പാൽ 2ാം തേങ്ങാപ്പാൽ എന്നല്ലേ, അതിൽ ഞാൻ 2ാം തേങ്ങാപ്പാലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒഴിച്ചിട്ടുള്ളത്. ചിലവർ നല്ല കട്ടിക്ക് ഒറ്റ പാൽ മാത്രം എടുക്കുന്നവരും ഉണ്ട്, തേങ്ങാപ്പാൽ എടുക്കുന്നവരും ഉണ്ട്. ഏതായാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ആദ്യം 2ാം പാൽ ഒഴിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നല്ലതായിട്ടൊന്ന് ഇളക്കി. അപ്പം ഇത് എല്ലാം കൂടെ നമ്മളുടെ ശർക്കര പാനിയും ഈ തേങ്ങയുടെ പാലും ചക്കയൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സായി നല്ലതായിട്ട് തിളയ്ക്കുന്നത് വരെ എന്ത് ചെയ്യുക, നമ്മളിതിനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അടി പിടിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം, പെട്ടെന്ന് അടി പിടിക്കത്തില്ല. അപ്പോൾ നല്ലതുപോലെ ഇറക്കും. ഇപ്പോഴും തന്നെ നല്ലൊരു മണം വരാൻ തേങ്ങാപ്പാലിൻ്റെയും ഈ ചക്കയുടെയും നെയ്യുടെ ഒക്കെ ഒരു മണം വരാൻ തുടങ്ങും. അപ്പോൾ ഇതിന് അത്യാവശ്യം ഇതിനെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക. നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരുന്ന ചവ്വരി എന്ത് ചെയ്യുക, ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചവ്വരി ഇട്ടിട്ട് നല്ലതായിട്ട് പിന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. നല്ല വേവിച്ച് വെച്ച ചവ്വരിയാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. കഴിക്കുമ്പോഴേ നല്ലൊരു രുചി തോന്നത്തുള്ളൂ. അതിനുശേഷം 1ാം പാൽ ഞാൻ വീത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എടുക്കാനായിട്ട് മറന്നു, ഷൂട്ട് ചെയ്യാനായിട്ട് മറന്നു. അപ്പോൾ 1ാം പാലൊക്കെ വീത്തി ഇനി നമ്മളിതിനെ എന്ത് ചെയ്യും, വലുതായിട്ട് തിളപ്പിക്കരുത്. 1ാം പാൽ വീത്തിയതിന് ശേഷം എപ്പോഴും ഓർമ്മിക്കാനുള്ള കാര്യം, ഏതൊരു പായസമായാലും അതിന് വലുതായിട്ട് എന്ത് ചെയ്യരുത്, തിളപ്പിക്കരുത്. അപ്പോൾ ഞാൻ ഫുൾ സെറ്റായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ തന്നെ അടുത്തപ്പുറത്തൊരു ചീനിച്ചട്ടിയിൽ വെച്ചിട്ട് കുറച്ച് നെയ്യ് വീത്തിയിട്ട് അതിലോട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് എന്ത് ചെയ്യുക, മൂപ്പിച്ചെടുക്കേണ്ടതാണ്. നല്ലതായിട്ട് ഇതിൻ്റെ ഒരു കളർ ഒന്ന് ഷെയ്ഡ് മാറുന്നത് വരെ നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അത് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ച് മാറ്റി വെച്ചതിന് ശേഷം അതിലോട്ട് കിസ്മിസ് ഇട്ട് കൊടുക്കുക. നമ്മൾ ആവശ്യാനുസരണം അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുക്കുക. അപ്പം ചിലവർ ഇതിലൊക്കെ ഞങ്ങൾ ഇടാറുണ്ട്, വേറെ പായസമൊക്കെ വയ്ക്കുമ്പോൾ അതിലോട്ട് ഗ്രൗണ്ട് നട്ടൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. അപ്പം ഇതിനൊന്ന് നല്ലതായിട്ട് മൂപ്പിച്ച് നല്ല സെറ്റാക്കണം. ഇതിനൊന്ന് കരിച്ച് കളയും. ഒന്ന് കരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഇതിനെ തീരെ ഇട്ട് വരട്ടി എടുക്കരുത്. ഇത് നല്ലൊരു ബൾജ് ചെറിയൊരു കളർ ഷെയ്ഡ് മാറുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, എടുക്കുക. ഇതിനുശേഷം ഈ നെയ്യോടൊപ്പം ഇത് രണ്ടും എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു പായസത്തിലോട്ട് വീത്തിക്കൊടുക്കും. അപ്പോൾ പായസം തിളയ്ക്കാതിരിക്കും. ഇങ്ങനെ ഭയങ്കരമായിട്ട് വെട്ടി തിളയ്ക്കരുത്. 1ാം പാൽ വീത്തിയതിന് ശേഷം തിളയ്ക്കാതെ ശ്രദ്ധിച്ചോളാം. എന്നാലേ പായസം അത് രുചിയോടും കുറേ നേരം നല്ലതായിട്ടിരിക്കും. പെട്ടെന്ന് ചീത്തയായിപ്പോയി നമ്മൾ പുറത്തൊക്കെ വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതിനെ നല്ലതായിട്ട് എന്ത് ചെയ്യുക,
നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളിവിടെ വളരെ സിമ്പിളായിട്ട് ഇപ്പം ഫുൾ ചക്കയൊക്കെ കിട്ടുന്ന സീസണല്ലേ, അപ്പം വളരെ സിമ്പിളായിട്ട് നമ്മളിവിടെ ചക്കപ്രഥമൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ചക്കയൊക്കെ ഇടുന്ന സമയമായതുകൊണ്ട് ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമ്മളിനി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് ടേസ്റ്റ് ചെയ്തിട്ട് പറയും. അതിന് പെട്ടെന്ന് ഞങ്ങൾ പെട്ടെന്ന് വന്നിട്ടുണ്ടാക്കണം. ഞാൻ പറഞ്ഞ ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നിട്ട് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ചക്ക അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്യണം. എങ്ങനെയുണ്ട്? അയ്യോ ഉച്ചയാണ് ക്ലിയർ ആയിട്ട് കണ്ടുകൂടാ. അങ്ങോട്ട് ചേച്ചായ അയ്യോ എന്തോ ഒരു കുഴപ്പം ഗതിയാക്കി ഇരുന്നോട്ടെ ജസ്റ്റ്. എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം കൊള്ളാന്ന് പറഞ്ഞു. സോറി ഇത് ചോദിച്ചൂടാ. കൊള്ളാല്ലേ? കൊള്ളാല്ലേ? ഞാൻ ഒരു വട്ടം വെച്ചിട്ടുണ്ട്, കല്യാണത്തിന് മുന്നെയാണ്. പക്ഷെ പിന്നെ ചക്ക കിട്ടുന്നതനുസരിച്ച് തേവ് വെക്കാൻ പറ്റുമോ? നല്ല ചക്കയായിരുന്നു. ഞാൻ വെച്ചതല്ല കൊള്ളാതല്ല, ചക്ക കൊള്ളാതുള്ളത് പായസങ്ങൾ. പിന്നെ അതും ഒരു മെയിൻ ഇതാണ്, നല്ല ചക്ക ഉണ്ടെങ്കിലല്ലേ നന്നായിട്ട് വെക്കാൻ പറ്റൂ. അല്ലെങ്കിൽ എന്താ പറയുക, കൊള്ളത്തില്ലായിരിക്കും കേട്ടോ. ചക്ക ഇട്ടത് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. കിടിലൊക്കെ ട്രൈ ചെയ്യണം. പിന്നെ വേറെ ഇതുപോലത്തെ സ്പെഷ്യലായിട്ട് പിന്നെ ചക്കയിൽ കുറേ ഐറ്റംസ് ഉണ്ടല്ലേ, കുറേ ഐറ്റംസ് ഉണ്ടല്ലേ ചക്കയിൽ വെക്കാൻ പറ്റണേ. എന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ വെച്ചിട്ട് പാളിപ്പോയാലോ. വെച്ച് വിജയിക്കുകയാണെങ്കിൽ കാണിച്ചു തരാം. പിന്നെ ഇത് കാണാം. ഇത് ഞങ്ങൾ ഇന്നലെ എവിടെ പോയപ്പോൾ അയ്യോ ട്രിവാൻഡ്രത്ത് മ്യൂസിയത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ കമ്പലാനായിട്ട് കൊള്ളാം. രസമുണ്ട്. സാറിന് കുറേ കളക്ഷൻ നിറച്ച് വാങ്ങി തന്നിട്ടുണ്ട്. അത് കല്യാണമായിട്ട് വന്നിട്ട് എനിക്ക് 10-30 ജോഡിയോളം കൂടുതൽ ഇച്ചാനെ വാങ്ങി തന്നിട്ടുണ്ട്. രസമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് ഈ കമ്പൽ. വേറെ അപ്പോൾ ഇനി ഇത്രയും തന്നെ. ഇപ്പം ഇനി പായസം കുറച്ച് കാലിയാക്കണം, കുറച്ച് ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോകണം. പിന്നെ ഇവിടത്തേക്ക് നമ്മൾ കുറച്ചല്ല എന്നാലും ഭക്ഷണമുള്ളതുണ്ട്. അപ്പോൾ ഇത്രയും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.